രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവം എന്നുള്ളത് അമ്മ സംഘടനയുടെ നറേഷനാണ്. അങ്ങനെ ഒറ്റപ്പെട്ടതല്ല എന്ന് ജഗദീഷ് അടക്കമുള്ള താരങ്ങൾ ഇന്നിപ്പോൾ പൃഥ്വിരാജ് വളരെ കൃത്യമായി ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. സംഗതി എന്തായാലും ഇപ്പോൾ രാഷ്ട്രീയ വ്യത്യാസം എന്നുള്ളതൊന്നുമല്ല. ഇപ്പോൾ ഇടതുപക്ഷത്ത് അനുഭവമുള്ള ആളുകളും നിങ്ങളോട് കോൺഗ്രസ് പാർട്ടിയോട് അനുഭവമുള്ള ആളുകളും ഈ കേസിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ നടി മിനു പറഞ്ഞ ഒരാൾ ഇപ്പോൾ കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയുടെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അപ്പുറത്ത് MLA CPMന്റെ MLA ഉണ്ട്. ഇതിപ്പോൾ രാഷ്ട്രീയ തർക്കം അല്ലെങ്കിൽ രണ്ട് പാർട്ടിക്കാർ പെടുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ പ്രശ്നം അടിസ്ഥാനപരമായി സ്ത്രീപക്ഷ സമീപനങ്ങളോടെ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണല്ലോ, നീതി നടപ്പാകണം എന്നുള്ളതാണല്ലോ, അതിന് കൃത്യമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണല്ലോ, ഒപ്പം മറ്റടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ദിശയിലേക്ക് കാര്യങ്ങൾ പോസിറ്റീവായി പോകുന്നതിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ താങ്കൾക്ക് കാണാനുണ്ടോ? ശ്രീ അഭിലാഷിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ സജി നന്ദിയാട്ട് അദ്ദേഹം എന്നെ തെറ്റിദ്ധരിച്ചതാണ്. ഈ പ്രാഥമിക ആവശ്യങ്ങൾക്കായി കുറ്റിക്കാട്ടിൽ പോകണം എന്നുള്ളത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അത് ഹേമ കമ്മിറ്റി നിരവധിയായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള പരാമർശമാണ്. അതിന് ശ്രീ സജി നന്ദിയായിട്ട് പറഞ്ഞ മറുപടി അത് യുക്തിസഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരു സമരത്തിന് പോകുമ്പം എത്ര ടോയ്ലറ്റുകൾ ക്രമീകരിച്ചു, എത്ര ടോയ്ലറ്റുകൾ ക്രമീകരിക്കുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പം സ്വാഭാവികമായിട്ടൊരു കളക്ട്രേറ്റ് മാർച്ചിന് പോകുമ്പം എനിക്ക് മാത്രമായി, ഇപ്പം ഞാനിതിൻ്റെ അധ്യക്ഷനാണല്ലോ, എനിക്ക് മാത്രമായി പ്രത്യേകമായ ഒരു ടോയ്ലറ്റും ബാക്കിയുള്ളവർക്ക് കുറ്റിക്കാട്ടിൽ പോകേണ്ടി വരുന്നൊരു സാഹചര്യമില്ല. ഞങ്ങളെല്ലാവരും തുല്യമായി ആ വിഷയത്തിനകത്ത് നിൽക്കുകയാണ്. മാത്രമല്ല അതൊരു തൊഴിലിടമല്ല. ശ്രീ സജി നന്ദിയായിട്ട് താങ്കൾ മനസ്സിലാക്കേണ്ടത്, താങ്കൾക്ക് അതിനെപ്പറ്റി ധാരണയുള്ള ഒരാളാണ്. ഞാൻ പറയുന്നത് ഒരു 300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കടയ്ക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ ഒരു ടോയ്ലറ്റ് അല്ല ശ്രീ സജി നന്ദിയായിട്ട് ഞാൻ പറഞ്ഞത് അതിനകത്ത് വ്യത്യാസം ഒരു തൊഴിലിടമാണ്. അപ്പം 300 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു കടമുറിക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ 2-3 ജീവനക്കാർ മാത്രമുള്ളൊരു കടമുറിക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ ഒരു ടോയ്ലറ്റ് അതിനകത്ത് ഉണ്ടാകണം. അപ്പം മാതൃഭൂമി ചാനലിൻ്റെ ലൈസൻസും മാതൃഭൂമി എന്ന് പറയുന്ന ആ സ്റ്റുഡിയോ പ്രവർത്തിക്കുന്ന കോംപ്ലക്സിന് പ്രത്യേകമായിട്ടുള്ള പെർമിഷൻ, അതിൻ്റെ പെർമിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാതൃഭൂമി എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ, അതിനകത്ത് എത്ര ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടോ, അതിന് ആനുപാതികമായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി മാതൃഭൂമി സ്റ്റുഡിയോയ്ക്കകത്ത് ഉണ്ടാകണം. അത് വളരെ നിർബന്ധപൂർവമായിട്ടുള്ളൊരു നിയമമായി നിലനിൽക്കെ മലയാളത്തിലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി എന്നുള്ള കാര്യത്തിൽ താങ്കൾക്കും തർക്കമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഇൻഡസ്ട്രിക്കകത്ത് ബേസിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടാകണം, പരിമിതികൾ ഉണ്ടാകാം, പരിമിതികളെ അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം, അതിന് മെക്കാനിസം ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ വാദം. പിന്നെ 2, താങ്കൾ പറഞ്ഞ വാദത്തോട് ഞാനും യോജിക്കുന്നു. ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രി ആകെ മോശമാണ് എന്നുള്ളൊരു അഭിപ്രായം, ഞാൻ ഒരു വലിയ സിനിമ ആസ്വാദകനും സിനിമയുടെ വലിയ താല്പര്യമുള്ള ഒരാളുമാണ്. അത് പലപ്പോഴും ഞാനത് വളരെ പബ്ലിക്കായിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളൊരു കാര്യവുമാണ്. അപ്പം ഇപ്പം നോക്കൂ, ഈ ദിവസങ്ങളിലൊക്കെ എത്രയോ ആളുകളുടെ എഫേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എത്രയോ സിനിമകളുടെ ഓണ സിനിമകൾ വരാനിരിക്കുന്നു, അതിൻ്റെ പ്രൊമോഷൻസ് നടക്കുന്നു. അതൊന്നും ഒരു മനുഷ്യനും ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്താ, ഒരു ഇൻഡസ്ട്രി മുഴുവനായി ആക്ഷേപിക്കപ്പെടുന്ന തരത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ട് ഉണ്ടാകുകയാണ്. ഇതിനകത്തെ തെറ്റുകാരാരാണ്, അവരെ നമുക്ക് പ്രത്യേകമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ സാധിക്കണം. ശ്രീ അഭിലാഷ് പറഞ്ഞൊരു വാദത്തിലേക്ക് ഞാൻ വരാം, താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇതിനകത്ത് എത്ര പേർ കോൺഗ്രസ് എന്നോ, എത്ര പേർ CPM എന്നോ, എത്ര പേർ BJP എന്നോ, മറ്റ് രാഷ്ട്രീയമെന്നോ നോക്കിയിട്ടല്ല നമ്മുടെ പ്രശ്നം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ അവർക്ക് തുല്യമായിട്ടുള്ള നിയമം മതി, തുല്യമായിട്ടുള്ള നീതി മതി. ഇതിനകത്ത് ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയമാണോ നമ്മൾ പറഞ്ഞത്? അല്ല. അതിനകത്ത് പ്രത്യേകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത്? അതിനകത്ത് ജനപ്രതിനിധികൾ, ജനങ്ങളോട് ബാധ്യതയുള്ള, ജനങ്ങളോട് ഇപ്പം ഇതിനകത്ത് ചില സിനിമാ നടന്മാരുടെ പേരുകൾ അലിഗേഷൻ വന്നു. ആ സിനിമാ നടന്മാരുടെ വീടുകളിലേക്ക് എന്തെങ്കിലും പ്രക്ഷോഭങ്ങളുമായി ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ പൊതുസമൂഹമോ പോയിട്ടുണ്ടോ? ഇല്ല. അവരെ നിയമത്തിലൂടെയാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത്. പ്രക്ഷോഭങ്ങൾ എവിടെയാണുള്ളത്? ജനങ്ങളുമായി അക്കൗണ്ടബിലിറ്റി ഉള്ള ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പബ്ലിക് ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അവർക്കെതിരായിട്ട് അലിഗേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രക്ഷോഭങ്ങൾ എന്ന ആ തലത്തിൽ തന്നെ ഉണ്ടാകുക വളരെ സ്വാഭാവികതയാണല്ലോ. ഇതിനകത്ത് രാഷ്ട്രീയമല്ല ശ്രീ അഭിലാഷേ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരുമുണ്ട്. അതിനകത്ത് ആർക്കാ തർക്കമുള്ളത്? അതിനകത്ത് സൂപ്പർ താരങ്ങൾ തൊട്ട് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, വ്യത്യസ്തമായ രാഷ്ട്രീയമുണ്ട് സൂപ്പർ താരങ്ങൾ അടക്കമുള്ള ആളുകൾക്ക്. അപ്പം ഇതിനകത്തെ പ്രശ്നം എന്താ? ക്രൈമാണ് ഇതിനകത്തെ പ്രശ്നം. ക്രൈം ചെയ്ത ആളുകളെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുകയും തൊഴിലിടത്തിൽ ബേസിക് ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ വിഷയത്തിനകത്ത് ഗവൺമെൻറ് ഒരു സ്റ്റെപ്പ് എടുത്താൽ, ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ ഡിമാൻഡായ അന്വേഷണ സംഘത്തിൻ്റെ അകത്തെ എല്ലാ കാര്യങ്ങളും ഫുൾഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ആ അന്വേഷണ സംഘത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നയരൂപീകരണത്തിന് ആരോപണ വിധേയനായ ആളെ തന്നെ ചുമതലപ്പെടുത്തുമ്പോൾ അതിനെ ഞങ്ങൾ വിമർശിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും വ്യക്തികളുടെ രാഷ്ട്രീയം പ്രശ്നമല്ല. സർക്കാരിൻ്റെ അജണ്ട,
സർക്കാരിൻ്റെ നയം. ഇപ്പം ഇതിനകത്ത് സർക്കാർ എടുത്തിരിക്കുന്ന നയം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നത് CPM അനുഭാവികൾ മാത്രമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കില്ല. സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നയം കാരണം രക്ഷപ്പെടുന്നതിനകത്ത് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട അതിനകത്ത് ഒറ്റ രാഷ്ട്രീയമുള്ളൂ, കുറ്റവാളികളുടെ രാഷ്ട്രീയം. ആ കുറ്റവാളികളുടെ രാഷ്ട്രീയം പിന്നെ പുറത്തേക്ക് കാണിക്കുന്ന മുഴുവൻ ആളുകളും രക്ഷപ്പെടുകയും നിരപരാധികളായിട്ടുള്ള ആളുകൾ ഇപ്പം തന്നെ നോക്കൂ ശ്രീ അഭിലാഷേ, എത്രയോ സർവൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ ഒരു സർവൈവർ ആയിട്ടുള്ളൊരു സ്ത്രീ അവർക്ക് വന്ന് വളരെ പബ്ലിക്കായി അവരുടെ ഫേസ് തന്നെ ആളുകളുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് അവർ പ്രതിഷേധിക്കുന്നു. മറ്റൊരു ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മുഖം മായിച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിക്കേണ്ടി വരുന്നു. ഈ ദുരവസ്ഥ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് സമഗ്രമായ ഒരു അന്വേഷണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ചാനലുകൾക്ക് മുന്നിൽ വന്ന് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മാനദണ്ഡം എന്താണ്? ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറച്ചുവെക്കാനും പൂഴ്ത്തിവെക്കാനും ഒക്കെ സംസ്ഥാന സർക്കാർ തയ്യാറായത് തന്നെ എന്ത് പറഞ്ഞിട്ടാണ്? സുപ്രീം കോടതിയുടെ ഒരു വേർഡിക്റ്റ് വന്നിട്ടുണ്ട്. ഇതിനകത്തെ അതിജീവിതമാരുടെ പേരുകൾ, അവരുടെ ഐഡൻറ്റിറ്റി, അവരെ പബ്ലിക് പിന്നെ ഓഡിറ്റിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ലംഘിച്ചുകൊണ്ട്, സ്വയം ലംഘിച്ചുകൊണ്ട് കുറെ ആളുകൾക്ക് പുറത്തേക്ക് വരേണ്ടി വരുന്നത് ഒരു ഗവർണൻസിനകത്തെ അപര്യാപ്തതയാണ്. ഒരു ഗുഡ് ഗവർണൻസ് ആയിരുന്നുവെങ്കിൽ ഈ അപര്യാപ്തത ഉണ്ടാകില്ല. ഇവർക്കെല്ലാം ആ സിസ്റ്റത്തിനകത്തൂടെ തന്നെ പരാതി കൊടുക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചില്ല. ശ്രീമതി ടി ബി ബിനി ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ, ശ്രീമതി ടി ബി ബിനി പറയുന്ന ഒരു വിമർശനത്തെ ഉൾക്കൊള്ളുന്നു. ഒരു വിമർശനത്തെ ഉൾക്കൊള്ളുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 5 വർഷക്കാലത്തിനിടയിൽ അത് പിന്നെ അട്ടപ്പുറത്തിരുന്നപ്പോൾ നമുക്ക് ആർക്കും പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ കഴിഞ്ഞില്ല. പക്ഷേ അതിനകത്ത് തന്നെ ഞാനൊരു ന്യായീകരണം പറയുന്നില്ല, അതിൻ്റെ വിമർശനത്തെ പോസിറ്റീവ് സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതിനകത്തെ കണ്ടന്റ് എത്ര എക്സ്പ്ലോസീവ് ആണെന്ന് നമ്മൾ അറിയുന്നില്ല.